അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് ഇന്ത്യ പലപ്പോഴും പല കാലങ്ങളായി ഇന്ത്യ വിധേയമായിട്ടുണ്ട്. അതിനെല്ലാം ഇന്ത്യ അപ്പോഴപ്പോഴെ തന്നെ ചുട്ട മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഇപ്പം അതിനെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായി തന്നെയാണ് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളെ നേരിടുന്നത് നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ. ഇപ്പോൾ UN ജനറൽ അസംബ്ലിയുടെ 79ാമത് സമ്മേളനത്തിൽ പാകിസ്ഥാൻ്റെ ഒരു ചോദ്യത്തിന് ഒരു പരാമർശത്തിന് മറുപടിയായി ഇന്ത്യ അതിനുള്ള ഒരു വാർണിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന രീതിയിൽ. അപ്പോൾ ഇന്ത്യ അതിനുള്ളൊരു പടയൊരുക്കം നടത്തുകയാണ് എന്ന് തന്നെയല്ലേ ധന്യ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് ആക്രമണം നടത്തിയപ്പോഴാണ് നെതന്യാഹു നോക്കിക്കൊണ്ടിരിക്കാതെ തിരിച്ച് ആ തീവ്രവാദ ശക്തികൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചത്. പല രാജ്യങ്ങളും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ പോലും അതിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് മാറിയിട്ടില്ല നെതന്യാഹു. അതുപോലെ നട്ടല്ലും തൻ്റെടവുമുള്ളൊരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ പല ആവർത്തി നരേന്ദ്രമോദി എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, അതിർത്തി കടന്നുള്ള ഒരാക്രമണത്തെയും അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ഒരു തീവ്രവാദത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിർത്തി കടന്ന് ആക്രമിച്ചാൽ അതേ അതിർത്തിയിൽ വന്ന് തന്നെ തിരിച്ച് ഞങ്ങൾ അതിനുള്ള ഫലം തന്നിരിക്കും. ഞങ്ങൾ തിരിച്ചടിക്കുന്നതിൻ്റെ അനന്തര ഫലം നിങ്ങൾ താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും എന്നുള്ളത് നരേന്ദ്രമോദി തന്നെ നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ്. ഇപ്പോൾ എസ് ജയശങ്കർ അദ്ദേഹം UN സമ്മേളനത്തിലും അദ്ദേഹം കൃത്യമായി പറഞ്ഞു, അതിർത്തി കടന്നുള്ള ഒരു ആക്രമണത്തെയും ഞങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല, അതിനെ ഞങ്ങൾ തീർത്തിരിക്കും എന്നുള്ളത്. മാത്രമല്ല കോൺ ഉച്ചകോടിയിൽ 4 രാജ്യങ്ങളുടെ ഭരണ തലവന്മാരാണ് പാകിസ്ഥാനെതിരെ ഇപ്പോൾ പാകിസ്ഥാന്റെ പേര് പരാമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പാകിസ്ഥാനാണ് എപ്പോഴും അതിർത്തി കടന്ന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. നേരത്തെ തന്നെ ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് കാശ്മീരിൽ നിരവധി സൈനികരെ നമ്മുടെ കേന്ദ്ര സർക്കാർ വിന്യസിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം വരുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ്, അപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത്. പക്ഷെ അങ്ങനെ അല്ല. അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ സമീപകാലത്ത് ഉണ്ടായ ചില പ്രശ്നങ്ങളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിനും ആക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സൈന്യത്തെ കേന്ദ്ര സർക്കാർ അവിടെ വിന്യസിപ്പിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സർക്കാർ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അതിർത്തികളിൽ എപ്പോഴും അവർ എപ്പോഴും സൂക്ഷ്മമായി അതിർത്തികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും ഇന്ത്യയെ ആക്രമിക്കാൻ ആരും മുതിരരുത്, മനസ്സിൽ പോലും അങ്ങനെ ഒരു ആലോചന ആർക്കും ഉണ്ടാകരുത് എന്ന് കൃത്യമായി ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ബലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കൊക്കെ നമ്മൾ കണ്ടതാണ്, അതിൽ തിരിച്ചടിച്ചതും എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. അതായത് ഈ 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, പിന്നെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകൾ നടത്തിയതായിരുന്നു മുംബൈ ആക്രമണം. അതെ, ഇതെല്ലാം ഈ സമ്മേളനത്തിൽ ഇന്ത്യ പരാമർശിക്കുകയുണ്ടായി. UN ജനറൽ അസംബ്ലി സംവാദത്തിലെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ജമ്മു കാശ്മീർ വിഷയം ഉന്നയിച്ചത്, അതായത് ഈ ജമ്മു കാശ്മീരിൽ 370 റദ്ദാക്കിയത് പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഇന്ത്യയോട് അവരാവശ്യപ്പെട്ടത്. പക്ഷെ അപ്പൊ ഇന്ത്യ തിരിച്ചടിച്ചത് 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, പിന്നെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകൾ നടത്തിയ മുംബൈ ആക്രമണം, ഇതെല്ലാം ഇത് ഈ 2 മാത്രമല്ല, ഈ പട്ടിക വളരെയധികം നീളുന്നുണ്ട്. പാകിസ്ഥാനിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പുകൾ നടത്തിയ ആക്രമണം, ഇതിനെയാണ് അതിർത്തി കടന്നുള്ള ആക്രമണമായി ഇന്ത്യ അവിടെ പരാമർശിക്കുന്നത്. ഇത്തരം ആക്രമണങ്ങൾ ഇന്ത്യക്ക് നേരെ നടത്തിയ പാകിസ്ഥാന് ജമ്മു കാശ്മീരിൽ 370 റദ്ദാക്കിയത് പിൻവലിക്കണമെന്ന് പറയാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്നും ഇന്ത്യ അവിടെ വാദിച്ചു കഴിഞ്ഞു. അവിടെ പാകിസ്ഥാൻ പറഞ്ഞത് കശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നാണ് പറഞ്ഞത്. അതിനാണ് നമ്മുടെ നയതന്ത്ര പ്രതിനിധി കൃത്യമായി ഐക്യരാഷ്ട്രസഭയിൽ മറുപടി നൽകിയത്. കൂടുതൽ ഇന്ത്യയെ ചൊറിയാൻ വേണ്ടി വരണ്ട, കശ്മീരിലെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം നിങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ടും അവിടെ കൃത്യമായി ഈ നുഴഞ്ഞു കയറാനോ ഭീകരവാദത്തിനോ അവിടുത്തെ ജനങ്ങളെ അസ്വസ്ഥരാക്കാനോ കഴിയുന്നില്ല. അതിൻ്റെ ഒരു ചൊറുക്ക് ആ രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഒരു ചൊറിച്ചിൽ ഇവിടെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് മേൽ ഉന്നയിക്കാൻ തൽക്കാലം വരണ്ട. ഇന്ത്യയുടെ കാര്യം നോക്കാനും കശ്മീരിൻ്റെ കാര്യം നോക്കാനും ഇവിടെ നല്ല നട്ടലുറപ്പുള്ള ഒരു സർക്കാരുണ്ട്, കൃത്യമായി കാര്യങ്ങൾ നിലപാടെടുക്കുന്ന ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ടറിയാം.
അവിടെ പാകിസ്ഥാൻ ചൂളിപ്പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ UPA സർക്കാരിന്റെ കാലത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, നിരവധി ഭീകരാക്രമണങ്ങളാണ് ഇന്ത്യ നടന്നത്. അവർക്ക് പാകിസ്ഥാനോട് ഭയങ്കര സ്നേഹമാണ്. എന്തൊക്കെ ചെയ്താലും, നമ്മുടെ പട്ടാളക്കാർ എന്തൊക്കെ ചെയ്താലും ഒരു വിലയും അവർക്കില്ല. കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ, ഈ തീവ്രവാദ ബന്ധവുമായി വരുമ്പോൾ ഇന്ത്യ എപ്പോഴും കോൺഗ്രസ് ഭരിക്കണമെന്ന് തന്നെയാണ് പാകിസ്ഥാന്റെ താല്പര്യം. കാരണം അവരുടെ താല്പര്യങ്ങൾ ഇന്ത്യയിൽ നിൽക്കണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ കോൺഗ്രസ് സർക്കാർ വരണം. പക്ഷേ BJP സർക്കാർ എപ്പോഴും ഈ തീവ്രവാദത്തെ തുടച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തീവ്രവാദത്തെ തുടച്ചു നിൽക്കിയാലും ആശയം അവിടെയുണ്ട്. ആ ആശയത്തെ തന്നെ വേരോടെ പിടിച്ചു നിൽക്കാനാണ് ഈ കേന്ദ്ര സർക്കാർ നോക്കുന്നത്. മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്ത് നടന്നിട്ടുള്ള പല തീവ്രവാദ ആക്രമണങ്ങളിലും ഈ പാകിസ്ഥാൻ പങ്ക് വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരിക്കലും ഈ ഭീകരവാദത്തെയോ തീവ്രവാദത്തെയോ അനുകൂലിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ചർച്ചയ്ക്കും തയ്യാറാവില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്ത അതേ നിലപാട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം എടുക്കുന്നതിന് മുൻപേ തന്നെ ആ നിലപാട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു കഴിഞ്ഞു. കാരണം അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും യോഗി ആദിത്യനാഥ്, എസ് ജയശങ്കറും അജിത് ഡോവലും ഒക്കെ ഉള്ള ഒരു പ്രഗത്ഭരായ കുറെ ആളുകളാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൽ ഇരിക്കുന്നത്, നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ കുറെ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ അനുസരിച്ച് ഒരിക്കലും പാകിസ്ഥാൻ ഇന്ത്യയെ തൊട്ട് കളിക്കാൻ കഴിയില്ല എന്നുള്ളത്. കാരണം ഇന്ത്യയെ തൊട്ടാൽ രാജ്യങ്ങൾ തന്നെ ഇളകാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് അത്രത്തോളം രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. അപ്പോൾ ഒരിക്കലും പാകിസ്ഥാന്റെ ഒരു രീതിയിലുള്ള കടന്നുകയറ്റവും ഇന്ത്യ അംഗീകരിക്കില്ല. ഇനി അഥവാ നിങ്ങൾ കടന്നു കയറിയാൽ അതിന്റെ അനന്തരഫലം നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണം വരാനെന്ന് എസ് ജയശങ്കർ പറയുമ്പോൾ അതൊരു താക്കീത് കൂടിയാണ് പാകിസ്ഥാനുള്ള. ഇതുവരെ കളിച്ചതുപോലെ അല്ല, ഇനി ഇന്ത്യയോട് കളിച്ചാലോ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരെ തൊട്ടാലോ നീ ഒന്നും പിന്നെ ജീവനോടെ നിന്റെയൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു താക്കീത് തന്നെയാണ് പാകിസ്ഥാൻ നൽകുന്നത്. ഇപ്പൊ ഇസ്രായേലിന്റെ കഥയെടുത്താൽ അതിൽ നെതന്യാഹുവിന് ഇപ്പോൾ ഉള്ള ഒരു ഹീറോ പരിവേഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, ബാക്കിൽ ഇങ്ങനെ ഈ പൊട്ടിത്തെറിക്കുന്ന മുന്നിൽ ഹീറോ ആയിട്ട് നെതന്യാഹു നിൽക്കുന്നു. അതേ ഒരു ഇമേജ് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധേയമാണ്. ചേച്ചി, പ്രധാനമന്ത്രിയോട് എതിർപ്പുള്ള പലരും ഉണ്ടാകും. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. എല്ലാവർക്കും ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടെ നിൽക്കുന്നവർ തന്നെ അദ്ദേഹത്തെ കാലുവാരുന്ന രീതി, കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും കൂടെ നിൽക്കുന്നവർക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. വളരെ കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ ധീരനെന്നും ഇരട്ടച്ചങ്കനെന്നും പിണറായി അനിഷേധ്യ നേതാവെന്നും അദ്ദേഹത്തിന്റെ കമാൻഡിംഗ് പവർ, അദ്ദേഹത്തിന്റെ ആ ഒരു മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തെ കുറിച്ച് ധാർഷ്ട്യം എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും അതിനെ അദ്ദേഹത്തിന്റെ അലങ്കാരമായി കണ്ടിരുന്ന നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ ആ ഒരു നിലപാട് മാറി. പിണറായി വിജയൻ എന്ന ആ ഒരു CPM കാരനെ ആ നിലയിലേക്ക് കഴിഞ്ഞു ധാർഷ്ട്യത്തോടെ എന്ന് പറഞ്ഞാൽ ആ ആൾക്കാരുടെ ഒരു അപ്രോച്ച് മാറിയിട്ടുണ്ട്. വിളിക്കാൻ പോലും മടിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇപ്പോ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയെ ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേരുണ്ടാകും. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. ചിലപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ പലരും അത്തരത്തിലൊക്കെ ഉണ്ടാകും. പക്ഷെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു. ഇദ്ദേഹം ആ രാജ്യത്തിലേക്ക് പോകുമ്പോൾ അവർ യുദ്ധം നിർത്തിവെക്കുന്നു. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പോകുമ്പോൾ യുദ്ധം നിർത്തിവെക്കുന്നു, അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുമ്പോൾ ഇരു രാജ്യങ്ങളും കൊടുക്കുന്ന വാല്യൂ അതെ, അദ്ദേഹം സമാധാന ചർച്ചയ്ക്ക് വരൂ, പ്രശ്നങ്ങൾ ഞങ്ങളോട് ഇരുന്ന് ഞങ്ങളെ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ച് തരുമെന്ന് ഇന്ത്യയോട് പറയുകയാണ്. റഷ്യയുടെ യുദ്ധമുഖത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള കുറെ ആൾക്കാർ അവിടുത്തെ സൈന്യത്തിൽ ചേർന്ന് അവിടെ പെട്ടിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി അവിടെ സംസാരിക്കുകയും അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടികളും ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിൽ മേലുള്ള ആ ഒരു മേൽക്കോയ്മ കൊണ്ട് തന്നെയെന്ന് വേണം പറയാം. അത് ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊരു വ്യക്തിക്കുള്ള മേൽക്കോയ്മ അല്ല, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മേൽക്കോയ്മയായിട്ട് തന്നെ നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രാജ്യത്ത് പോയാലും ഇന്ത്യ എന്നുള്ള ഒരു പേരിലാണ് അദ്ദേഹം അവിടെയൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യമാണ് എല്ലായിടത്തും ഉയർന്നു നിൽക്കുന്നത് എന്ന് ഈ വിമർശിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല. വിമർശനമുണ്ടെങ്കിൽ ഒരു നല്ല ഭരണാധികാരിയാകും, അതൊക്കെ ശരിയാണ്. പക്ഷെ നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയണം. അപ്പോൾ ഇസ്രായേൽ മോഡൽ ഇന്ത്യയിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ
ഈ നുഴഞ്ഞു കയറ്റക്കാരെ നിങ്ങൾ ഇന്ത്യയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിർത്തിയിൽ നിന്ന് പെട്ടെന്ന് സ്ഥലം വിട്ടോളൂ എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിൽ എസ് ജയശങ്കർ നൽകുന്നത്. മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ. കാരണം ഇപ്പൊ ഏതൊരു രാജ്യത്തായാലും ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായി നമ്മൾ തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആ രാജ്യത്തെ സാമ്പത്തികമായി പിന്നോട്ടടിക്കും. ഈ സാമ്പത്തികമായി പിന്നോട്ടടിക്കുന്നത് ആ രാജ്യത്തെ ഓരോ വ്യക്തിയെയും ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് അതിർത്തി കടന്നുള്ള ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം ആ ആക്രമണങ്ങളെ സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള നടപടികൾ ഈ പാകിസ്ഥാൻ, ഉദാഹരണത്തിന് പാകിസ്ഥാൻ ഇന്ത്യയിലുള്ളവർ പാകിസ്ഥാൻ പ്രേമവുമായി ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി ഇന്ത്യയും തിരിച്ചടിക്കേണ്ടി വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെയാണ് ബാധിക്കുക. ഇത് ജാതി മത ഭേദമന്യേ ഇന്ത്യയിലുള്ള ഓരോ പൗരനെയും ബാധിക്കും എന്നുള്ള ബോധം ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാകുന്നത് നല്ലതാണ്. അല്ല, പാകിസ്ഥാൻ പ്രേമികൾക്ക് അത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവരുണ്ടാകണം എന്നാണ് പറയുന്നത്. തോന്നുന്നില്ല. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, ഉണ്ടായേ പറ്റൂ. അതെ.